ഹലോ, ഒരു 100 പോലും എടുക്കാനായിട്ടില്ലേ? ഒരു 100 രൂപയ്ക്ക് വേണ്ടി പോലും മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥയാണോ? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ജോലികളുണ്ടെങ്കിൽ പറയാവോ എന്ന്. അപ്പം ഞാൻ ഓർത്തൊന്നും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഓർത്തു. ഇപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് എഡ്യൂക്കേഷനാണ്, പിന്നെ ഫാഷൻ ആൻഡ് ബ്യൂട്ടി, പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡാണ്. ശരി, ഫസ്റ്റ് പോയിന്റ്, നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണെന്ന് വിചാരിക്കാം. ഒരു ട്യൂഷൻ സെന്റർ സ്റ്റാർട്ട് ചെയ്യാം, വീട്ടിൽ ഹോം ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ റൂം സൗകര്യങ്ങളില്ല, അങ്ങനെയാണെന്നാണെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം എന്തോരം കുട്ടികളാണെന്നറിയോ ഓൺലൈൻ ട്യൂഷൻ അറ്റൻഡ് ചെയ്യുന്നത്? നല്ലൊരു വരുമാന മാർഗ്ഗമാണത്. ഇനി രണ്ടാമത്തെ കാര്യം, ഫാഷൻ ആൻഡ് ബ്യൂട്ടി. ആളുകൾക്ക് ഇപ്പോൾ ഭയങ്കര ഫാഷനും ബ്യൂട്ടിക്കൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കോഴ്സ് പഠിക്കാം, ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാം, ഒരു 6 മാസത്തെ കോഴ്സ്. ഇനിയിപ്പോൾ അതിന് പൈസ ഇല്ല എന്നാണെങ്കിൽ ഗവൺമെന്റ് ഒരുപാട് കോഴ്സസ്, ഫ്രീ കോഴ്സസ് ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഒരു പ്രൊഫഷണൽ ബ്യൂട്ടീഷ്യൻ ആവാം. ചെറിയ കാര്യങ്ങൾ വളരെ മിനിമം, അതായത് ത്രെഡ് ചെയ്യുക, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്കൊരു 10-100 രൂപ ദിവസം കിട്ടും. പോരെ? മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്നതിനേക്കാൾ എത്രയോ നല്ലൊരു കാര്യമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തയ്ക്കാൻ അറിയാം, ഏതാണെങ്കിൽ സ്വന്തമായിട്ട് ക്ലോത്ത്സ് ഡിസൈൻ ചെയ്യാം, അത് സെയിൽ ചെയ്യാം. ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഫ്ലിപ്കാർട്ട്, മീഷോ, അതുപോലെ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യാൻ പറ്റും. ശരി, നിങ്ങൾക്ക് തയ്ക്കാൻ അറിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഫോണിൽ യൂട്യൂബില്ലേ, യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ബേസിക് മുതൽ തയ്യൽ എങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആയാലും നോക്കി പഠിക്കാം. ശരി, ഇനിയിപ്പോൾ ഒന്നും നിങ്ങളെ കൊണ്ട് പറ്റില്ല, തയ്യലും പറ്റില്ല, ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഒന്നും നിങ്ങളെ പറ്റില്ല എന്നാണെങ്കിൽ ഇപ്പം എന്തോരം ആളുകളാണ് ഓൺലൈനിൽ ഡ്രസ്സ് വാങ്ങിയിട്ട് അത് ഇട്ടിട്ട് റിവ്യൂ ചെയ്യുന്നത്, എന്നിട്ട് അത് സെയിൽ ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അതും ഒരു വരുമാന മാർഗ്ഗമാണ്. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഫുഡാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ പണിയെടുക്കുന്നത് തന്നെ ഫുഡ് കഴിക്കാനാണോ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ഞാനൊരു ഫുഡിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ആളുകൾ എവിടെ നല്ല ഫുഡാണെന്നാണെങ്കിൽ ആളുകൾ എവിടെ നിന്നായാലും ഓടി വരും. നിങ്ങൾക്ക് വീട്ടിൽ സൗകര്യം ഉണ്ടെന്നാണെങ്കിൽ ചെറിയൊരു തട്ടുകട പോലെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ അത്രയും നല്ല കാര്യം. ഇല്ല എന്നാണെങ്കിൽ ഒരു പൊതിച്ചോറിന്റെ പരിപാടിയോ ഒരു ലഞ്ച് ബോക്സ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തെങ്ങും പോകണ്ട. സ്വിഗ്ഗിയോ സൊമാറ്റോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചോളൂ. നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രം. ഇനി നിങ്ങളെ കൊണ്ട് അത് പറ്റില്ല, അല്ലെങ്കിൽ അച്ചാറിടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതും ഒരു വരുമാന മാർഗ്ഗമാണ്. ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എല്ലാം ഒന്നും ഈ വീഡിയോ പറയാൻ പോസിബിൾ അല്ല. എന്നാലും ഞാൻ പെട്ടെന്ന് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ജോലികളൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഇതിനുള്ള നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്നാണെങ്കിൽ, എല്ലാം എൻ്റെ കയ്യിലേക്ക് വരട്ടെ എന്നിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് നിങ്ങൾ ഓർത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക, അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കുക. ഇനിയിപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് വേണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ തന്നെയുള്ള ChatGPT യൂസ് ചെയ്യുക.